Hey, it's Niju. Welcome back to Root Cinemas. എന്താണ് ഫോക്കൽ ലെങ്ത്? നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ടൈമാണ്. അത് ചിലപ്പോൾ 24-70, 70-200, 16-35, 35 1.2. അപ്പോൾ എന്താണ് ഈ നമ്പർ? സോ ഇന്നത്തെ വീഡിയോ എന്താണ് ഫോക്കൽ ലെങ്ത്? സോ ലെറ്റ് സ്റ്റാർട്ട്. എൻ്റെ കയ്യിൽ കുറച്ച് ലെൻസ് ഉണ്ട്. ഇത് വിൻറ്റേജ് ലെൻസ് ഉണ്ട്, സിനി ലെൻസ് ഉണ്ട്. ഇതെന്ന് പറയുന്ന മൈക്കയുടെ 50T2.1 എന്ന് പറഞ്ഞ ലെൻസാണ്. ഇതൊരു 50mm ലെൻസാണ്. സോ ഇനി അടുത്ത് നോക്കുന്നത് ഇതൊരു 58mm ലെൻസാണ്, ഹേലിയോസ് ആണ്. ഇത് പെൻഡാക്സിൻ്റെ 50mm ലെൻസാണ്. ഇത് ടക്കുമാറിൻ്റെ 50mm ലെൻസാണ്. സോ ഈ ഒരു മൂന്നും 50mm, ഇത് 58mm ലെൻസാണ്. സോ ഇതിൻ്റെ സൈസ് തന്നെ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നോക്കുകയാണെങ്കിൽ ഇതും ഈ രണ്ട് ലെൻസും ഇത് ടക്കുമാറിൻ്റെ 135 ആണ്, ഇതും 135 ആണ്. ഇത് പെൻഡാക്സിൻ്റെ 135 ആണ്. സോ ഇതിൻ്റെ സൈസ് നോക്കുക. സോ ഇതിൻ്റെ സൈസ് വേരി ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ എല്ലാം 50mm ലെൻസാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എന്താണ് ഈ 50mm ഫോക്കൽ ലെങ്ത് എന്നാണ്. ലെൻസ് ലൈറ്റിനെ ബെൻഡ് ചെയ്യുന്നൊരു സംഭവമാണ്. എന്ന് പറയുമ്പോൾ ലെൻസിലേക്ക് വരുന്ന ലൈറ്റ് ഒരു കോൺ ഷേപ്പിൽ വരികയും അതൊരു പോയിന്റിലെത്തുകയും ആ പോയിന്റിൽ നിന്ന് വീണ്ടും എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു സെൻസറിലേക്ക് ഒരു സർഫസിലേക്ക് ഹിറ്റ് ചെയ്യുന്നു. അതിൽ വരുന്ന ഇമേജ് അപ്സൈഡ് ഡൗൺ ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഇതിലൂടെ നോക്കിയാൽ മനസ്സിലാവും, ഇതിൽ നിന്ന് വരുന്ന ഇമേജ് അപ്സൈഡ് ഡൗൺ ആണ്. ഇതിപ്പം ഈ സൈഡ് നോക്കിയാലും ഈ സൈഡ് നോക്കിയാലും ഇതിൽ നിന്ന് വരുന്ന ഇമേജ് ഇൻവേർട്ടഡ് ആയിരിക്കും. സോ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഈ ഫ്രണ്ട് എലമെൻറ്റ് വഴി ട്രാവൽ ചെയ്ത് വരുന്നു, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിനെയാണ് നമ്മൾ നോഡൽ പോയിന്റ് എന്ന് പറയുന്നത്, ലൈറ്റ് കൺവേർജിങ് പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് വീണ്ടും ഈ ലൈറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നു. ഇവിടെ ഒരു സെൻസർ ഉണ്ടെന്ന് വിചാരിക്കുക, ഈ സെൻസറിൽ ഹിറ്റ് ചെയ്യുന്നു. സോ ഈ നോഡൽ പോയിന്റ് മുതൽ ഈ സെൻസർ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഇതൊരു 50mm ലെൻസാണ്. സോ ഇതിൻ്റെ നോഡൽ പോയിന്റിൽ നിന്ന് ഈ സെൻസറിലേക്കുള്ള ഡിസ്റ്റൻസ് 50mm ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഈ ഒരു ഫോക്കൽ ലെങ്ത് മനസ്സിലാക്കുന്നത് കൂടെ തന്നെ ഫീൽഡ് ഓഫ് വ്യൂ കൂടി മനസ്സിലാക്കണം. ഷോർട്ടർ ഫോക്കൽ ലെങ്ത് ആണെങ്കിൽ ഫീൽഡ് ഓഫ് വ്യൂ കവറേജ് കൂടുതലായിരിക്കും. ഫോക്കൽ ലെങ്ത് കൂടുതലാണെങ്കിൽ ഫീൽഡ് ഓഫ് വ്യൂ കവറേജ് കുറവായിരിക്കും. ഇതുപോലുള്ള 70-200 ലെൻസിൽ ഫീൽഡ് ഓഫ് കവറേജ് കുറവായിരിക്കും. ഇപ്പോൾ ഒരു 200mm ലെൻസ് ഫുൾ ഫ്രെയിം ക്യാമറയിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ നോഡൽ പോയിൻ്റ് കൺവേർജിങ് പോയിൻറ്റും 200mm ഡിസ്റ്റൻസ് ആയിരിക്കും. അതായത് സെൻസറിൽ നിന്ന് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഫീൽഡ് ഓഫ് വ്യൂ കുറവായിരിക്കും. അതേസമയം ഇപ്പോൾ ഇതൊരു 16-35 ലെൻസാണ്. ഇതിൻ്റെ നോഡൽ പോയിന്റിൽ നിന്ന് സെൻസറിലേക്കുള്ള ദൂരം കുറവാണ്, ഡിസ്റ്റൻസ് കുറവായതുകൊണ്ട് ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ കൂടുതലായിരിക്കും. സോ നമ്മളിപ്പോൾ ഈ കാണുന്ന ചാർട്ട് ഇത് ആംഗിൾ ഓഫ് വ്യൂ അല്ലെങ്കിൽ ഫീൽഡ് ഓഫ് വ്യൂവിൻ്റെ ഒരു ചാർട്ടാണ്. ഇതിൻ്റെ ആണെങ്കിൽ ടോപ്പിൽ കാണുന്ന 180 ഡിഗ്രി മുതൽ 4 ഡിഗ്രി എന്നുള്ളത് ആംഗിൾ ഓഫ് വ്യൂവും അതിൻ്റെ ഏറ്റവും താഴെ കാണുന്ന 40mm മുതൽ 600mm എന്നുള്ളത് ഫോക്കൽ ലെങ്തുമാണ്. ഓരോ ഫോക്കൽ ലെങ്ത് എത്ര ആംഗിളിലാണെന്ന് നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ മേളിൽ ഏറ്റവും മേളിൽ സൂപ്പർ ടെലിഫോട്ടോ, മിഡ് ടെലിഫോട്ടോ, നോർമൽ, വൈഡ് ആംഗിൾ, എക്സ്ട്രീം വൈഡ് ആംഗിൾ എന്നുണ്ട്. അത് ഏതൊക്കെ രീതിയിലുള്ള വർക്കിന് അനുയോജ്യമായ ഫോക്കൽ ലെങ്ത് ആണ്. ഇപ്പം എക്സ്ട്രീം വൈഡ് ആംഗിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻറ്റീരിയർ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഫോട്ടോഗ്രാഫി എടുക്കാനും, വൈഡ് ആംഗിൾ എന്ന് പറയുമ്പോൾ ലാൻഡ്സ്കേപ്പ് ഓർ ഗ്രൂപ്പ് പോർട്രേറ്റ്സ്, നോർമൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു 50mm ഒരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി അത്തരം കാര്യങ്ങൾക്ക് ഒരു നല്ല ഫോക്കൽ ലെങ്ത് ആണ്. പിന്നെ ഉള്ളത് മിഡ് ടെലിഫോട്ടോ ആണ്, പോർട്രേറ്റ് ചിൽഡ്രൻസിന്. കാരണം 100-85-80mm ആണ്. ഇതിൽ നല്ല കംപ്രഷൻ ഉണ്ടാവും. പിന്നെ ഉള്ളത് ടെലിഫോട്ടോ, പിന്നെ സൂപ്പർ ടെലിഫോട്ടോ. അടുത്ത് നമ്മൾ നോക്കുന്ന ക്രോപ്പ് ഫാക്ടറിനെ പറ്റിയാണ്. ഇപ്പോൾ ഈ 70-200 ഇതൊരു ഫുൾ ഫ്രെയിം ലെൻസാണ്. ഇത് കാനോണിൻ്റെ EF മൗണ്ട് ആണ്. സോ ഈ ഒരു ലെൻസ് ഞാനൊരു കാനോണിൻ്റെ APS-C സെൻസറിൽ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ അതിലൊരു ക്രോപ്പ് ഫാക്ടർ ഉണ്ടാവും. ഈ ഒരു ക്രോപ്പ് ഫാക്ടർ ഡയറക്റ്റ്ലി ലെൻസുമായിട്ടല്ല റിലേറ്റ് ചെയ്യുന്നത്, അത് സെൻസറിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് കുറച്ച് കോമൺ സെൻസർ സൈസാണ്. ഇതിൽ ഫുൾ ഫ്രെയിം സെൻസർ ഒരു 35mm സെൻസർ, APS-C സെൻസർ, പിന്നെ ഉള്ളത് മൈക്രോ തേർഡ് സെൻസറാണ്. ഇതിൽ ഫുൾ ഫ്രെയിം സെൻസർ അല്ലാതെ ഏത് സെൻസറിലും നമ്മളൊരു ഫുൾ ഫ്രെയിം ലെൻസ് അറ്റാച്ച് ചെയ്ത് അതിലൊരു ക്രോപ്പ് ഫാക്ടർ ഉണ്ടായിരിക്കും. നിക്കോണിൻ്റെ APS സെൻസറിൻ്റെയും സൂപ്പർ 35 സെൻസറിൻ്റെയും ക്രോപ്പ് ഫാക്ടർ 1.5 ആണ്. കാനോണിൻ്റെ APS-C സെൻസറിൻ്റെ ക്രോപ്പ് ഫാക്ടർ 1.6 ആണ്. ഇപ്പോൾ കാനോണിൻ്റെ ഒരു 50mm ഫുൾ ഫ്രെയിം ലെൻസ് ഒരു APS-C ബോർഡിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ അത് 80mm ആകും. അതെങ്ങനെയാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50mm × 1.6 അതാണ് അതിൻ്റെ ക്രോപ്പ് ഫാക്ടർ. സോ 80mm വിൽ ബി ദ ഫോക്കൽ ലെങ്ത്. എന്തുകൊണ്ടാണ് ഈ ക്രോപ്പ് ഫാക്ടർ വരുന്നത്? ഇപ്പോൾ 50mm ലെൻസ് എങ്ങനെ ഒരു 80mm ഫോക്കൽ ലെങ്ത് ആകുന്നു എന്ന് ചോദിച്ചാൽ 50mm ലെൻസിൻ്റെ നോഡൽ പോയിൻറ്റോ അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഇമേജോ ഒരു ക്രോപ്പ് സെൻസറിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ ചേഞ്ച് ആവുന്നില്ല. പക്ഷേ സെൻസറിന് കാണാൻ കഴിയുന്ന ഏരിയ ചെറുതാവുന്നു, അതുകൊണ്ട് തന്നെ ആംഗിൾ ഓഫ് വ്യൂ ചേഞ്ച് ആവുന്നു. സോ ഇങ്ങനെയാണ് ഫുൾ ഫ്രെയിം ലെൻസ് ഒരു ക്രോപ്പ് സെൻസറിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ ഫോക്കൽ ലെങ്ത് ചേഞ്ച് ആവുന്നത്. ഏകദേശം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ 16-35 എന്ന ലെൻസാണ്. ഇത് കാനോണിൻ്റെ ഫുൾ ഫ്രെയിമിൽ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ 16-35 തന്നെ ആയിരിക്കും. പക്ഷേ അതേസമയം ഇത് BLACKMAGIC ക്യാമറയാണ്, ഇത് സൂപ്പർ 35 സെൻസറാണ്. സോ ഇതിൽ 16-35 ഞാൻ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു ക്രോപ്പ് ഫാക്ടർ ഉണ്ടാകും, അത് 1.5 ആയിരിക്കും. സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിനി നോക്കാം.
സോ ഈ ഒരു ക്രോപ്പ് ഫാക്ടർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ട് ക്യാമറ, അതായത് കാനോൺ ESO-R6 അതുപോലെ തന്നെ ബ്ലാക്ക് മാജിക്കും. ESO-R6 ഫുൾ ഫ്രെയിം ക്യാമറയാണ്, ബ്ലാക്ക് മാജിക് സൂപ്പർ 35 സെൻസറാണ്. R6 യൂസ് ചെയ്തേക്കുന്ന പെൻഡെക്സിൻ്റെ 50mm 1.4ഉം ബ്ലാക്ക് മാജിക്കിൽ യൂസ് ചെയ്തേക്കുന്ന ടക്കുമാറിൻ്റെ 50mm 1.4ഉം ആണ്. രണ്ട് ക്യാമറ ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് സബ്ജക്റ്റിൽ നിന്ന് ഒരേ ദൂരത്തിലാണ്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും കാനോണിൻ്റെ ഫുൾ ഫ്രെയിം സെൻസറിൽ നിന്ന് വരുന്ന ഇമേജ് കുറച്ചുകൂടെ വൈഡാണ്. ആ സെയിം ലെൻസ് തന്നെ ഉപയോഗിച്ച് നമ്മൾ സൂപ്പർ 35 ബ്ലാക്ക് മാജിക്കിൽ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടൈറ്റ് ഫ്രെയിമാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കാനോണിൻ്റെ ലെൻസ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല, അത് 50 1.4 തന്നെയാണ്. പക്ഷേ ബ്ലാക്ക് മാജിക്കിൽ നിന്ന് 50 എന്നുള്ള ഫോക്കൽ ലെൻത്തിൽ നിന്ന് നമ്മൾ കാനോണിൻ്റെ 35 1.4 എന്നുള്ള ലെൻസ് ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് മാജിക് ഈ ഒരു ലെൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ 35x1.5 ക്രോപ്പ് ഫാക്ടർ വരും. അപ്പോൾ ഇത് അറൗണ്ട് 52 ഫോക്കൽ ലെങ്തിലേക്ക് വരും. നമുക്കിപ്പോൾ ഈ ഫുട്ടേജ് കണ്ടാൽ മനസ്സിലാവും രണ്ടും ഏകദേശം ഒരുപോലെ ഉണ്ട്. പക്ഷേ സ്റ്റിൽ കാനോൺ R6 വരുന്ന 50mm ലെൻസ് കുറച്ചുകൂടെ വൈഡാണ്. ഈ ഫുട്ടേജ് ഞാൻ ഷൂട്ട് ചെയ്ത് സെയിം ലെൻസ് ഡിഫറെൻറ്റ് സെൻസർ യൂസ് ചെയ്യുമ്പോൾ എത്രത്തോളം ക്രോപ്പ് ഫാക്ടർ ഉണ്ടെന്ന് കാണിക്കാനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ബാക്ക് ടു സ്റ്റുഡിയോ. എന്നും പറയുന്ന പോലെ തന്നെ കണ്ടന്റ് അത്യാവശ്യം സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായി പോസ്റ്റ് ചെയ്യുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.